ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതിയാണ് വേണ്ടത്. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടിയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ചോറ് റെഡിയാക്കുന്നത് ജീരകശാല റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് അവിടെ ജീരകശാല റൈസ് ഈ ഒരു ഗ്ലാസ്സിനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഈ റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഈ പൊടികളുടെ പച്ച ചുവക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടും ചെമ്മീൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവർ ശരിയായ രീതിയിൽ ചോറിലേക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്മീൻ ഇതുപോലെ മസാല പോലെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ ചോറിന് ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള റൈസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് അത്യാവശ്യം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, 2 പീസ് പട്ട കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വാരാനായിട്ട് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ റൈസ് അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റൈസ് എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിന് ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, അതായത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചോറാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് അതിന്. അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്